എന്തൊക്കെയുണ്ട്? എല്ലാവരും വോട്ട് ചെയ്തോ? ഏത് പാർട്ടിക്ക് കുത്തണോ, ആർക്ക് വോട്ട് ചെയ്യണോ അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ വോട്ടാരും ചെയ്യാതിരിക്കരുത് കേട്ടോ. ഞാൻ വോട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ആർക്കും ചെയ്യാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നെന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് നമ്മുടെ ഈ വോട്ടവകാശം. അപ്പോൾ അതെല്ലാവരും പരമാവധി വിനിയോഗിക്കുക. ആർക്ക് ചെയ്താലും നമ്മുടെ വോട്ട് നഷ്ടപ്പെടുത്താതെ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അവർക്ക് വോട്ട് ചെയ്യുക. ആർക്ക് വോട്ട് ചെയ്താലും നമ്മുടെ വീട്ടിലുള്ളവർ അധ്വാനിച്ച് 10 പൈസ ഉണ്ടാക്കിയാൽ നമുക്ക് ജീവിക്കുക, അത്രയേ ഉള്ളൂ. അതിലപ്പുറം ആർക്കും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ നാട് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഈ നാട് നമ്മുടേതായിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളെ സംരക്ഷിക്കുന്നവർ തന്നെ ഭരണത്തിൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയത് ആരാണോ അത് നിങ്ങളുടെ താല്പര്യപ്രകാരം ചെയ്യുക. എന്തായാലും വോട്ട് ചെയ്യാതിരിക്കരുത് ആരും. അത് നമ്മളൊരു അവകാശമായിട്ട് കാണണ്ട, നമ്മുടെ ആവശ്യമായിട്ടല്ല അവകാശമായിട്ട് തന്നെ കാണാം. അപ്പോൾ അതായത് 2.90 അജ്രക്കിൻ്റെ പുതിയ പീസുകളാണ്. മിക്സ് ആൻഡ് മാച്ചിലാണ് കൂടുതൽ പീസുകൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 140 പീസുകളേ ഉള്ളൂ. കൂടുതൽ പീസുകൾ എടുത്തിട്ടില്ല. കൂടുതൽ പീസുകൾ വേറെ മോഡലിൽ വേണമെന്ന് പറഞ്ഞോളുണ്ടായിരുന്നു. ആൽഫൈൻ്റെ ഒക്കെ പീസുകൾ വേണമെന്ന് പറഞ്ഞോളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആൽഫൈനാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അധികം പീസുകളില്ല, 10 പീസെറ്റേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ ഓരോരുത്തർ പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ട് ആദ്യം എടുത്തതായിരുന്നു. ചിലർ ആദ്യം ബുധനാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ചയാണ് ഞാൻ മെറ്റീരിയൽ എടുക്കുക. അപ്പോൾ ആ ടൈമിൽ അതിൻ്റെ മുമ്പേ ഓരോരുത്തർ പേയ്മെൻറ്റ് അയച്ചു തരാറുണ്ട്. ചിലർ ഒരു 40 എണ്ണം 50 എണ്ണം വേണമെന്ന് പറയും. ഷോപ്പിലേക്കുള്ളവരൊക്കെ തിരുവോണത്തിൻ്റെ പൈസ ആദ്യം തരുള്ളൂ. ബാക്കി പിറ്റേന്ന് അയക്കുമ്പോക്കിന് തരാം. ഫണ്ട് കയ്യിൽ റെഡി ഇല്ലാത്തതുകൊണ്ടാണ് എന്തായാലും നിങ്ങൾ സാധനം എടുക്കുകയെന്ന് പറയാം. അപ്പോൾ ആദ്യം കുറച്ച് പൈസ അയച്ചു തരുമ്പോൾ പിന്നെ ഞാനത് എടുക്കും. എന്തായാലും അഡ്വാൻസ് അയച്ചു തരുമ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഫുൾ പേയ്മെൻറ്റ് അയച്ചതിന് ശേഷം ഞാൻ ഇവിടുന്ന് സാധനം അയക്കുള്ളൂന്നുള്ളൂ. അപ്പോൾ ഇത് ഈ മിക്സ് ആൻഡ് മാച്ച് കൂടുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുക, ടോപ്പും പാൻറ്റും ആക്കിയിട്ട് അങ്ങനെയാണ്. അല്ലെങ്കിൽ നൈറ്റി ആണെങ്കിൽ നൈറ്റിൻ്റെ ഈ ലേസിൻ്റെ കൈയിൻ്റെ ഭാഗവും അതുപോലെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗവും ഇതിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ, അതല്ലെങ്കിൽ ഹാഫായിട്ട് വേറെ വേറെ ആക്കിയിട്ടൊക്കെ മിക്സ് ആൻഡ് മാച്ച് സ്റ്റിച്ച് ചെയ്യും. ചിലർ പറയും മിക്സ് ആൻഡ് മാച്ച് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അതൊരു ട്രെൻഡിങ് കളക്ഷൻസ് ആണ്. ഇതിങ്ങനെ ടോപ്പാക്കിയിട്ടും അത് പാൻറ്റാക്കിയിട്ടും എന്ന് പിന്നെ നമുക്കൊരു പ്ലെയിൻ ഷോൾ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന പീസുകൾ വെച്ച് കൊടുത്താൽ അടിപൊളി 3 പീസായി. 3 പീസായിട്ട് 2 പീസായിട്ട് ഇനി രണ്ടും സെയിം പ്രിൻ്റ് ആക്കിയിട്ട് കോഡ് ഡ്രസ്സ് ആക്കിയിട്ടൊക്കെ അടിക്കുക. അജ്രക്കന്നാണ് പീസുകൾ, DCMൻ്റെ പീസുകളാണ്. അപ്പോൾ വേണമെന്നുള്ളവർ വേഗം മെസ്സേജ് അയച്ചോളി. അധികം പീസുകളില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ള കഴിഞ്ഞ 2 ദിവസം മുന്നേ ഇട്ടിട്ടുള്ള നോളജ് സിറ്റിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കണ്ടേ, നിങ്ങൾ ഹാപ്പിയാണോ ഈക്കയാണോ, ഹാപ്പീൻ്റെ പോയിട്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഹാപ്പിയാണോ ഈക്കയാണോ എന്നൊന്നും നോക്കിയിട്ടില്ല. ഞാനൊരു മുസ്ലിമാണോ, ഞാൻ ആ ഒരു അത്ഭുതപ്പെടുത്തുന്നൊരു പള്ളി, ഒരുപാട് പ്രത്യേകതകളുള്ളൊരു പള്ളി പോയി കണ്ടതെന്ന് മാത്രം. അപ്പോൾ ഇതൊരു എന്താ പറയുക, മുസ്ലിം പള്ളിയാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത കൂടെ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അതല്ലാതെ ഞാൻ ഹാപ്പി ആയതുകൊണ്ടല്ല, ഇനി ഹാപ്പിയോ അല്ല ഈക്കിയല്ല, നമ്മൾ മുസ്ലിമാണ്. അപ്പോൾ അങ്ങനെ കാണാൻ പോയെന്ന് മാത്രം. അതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ അടിച്ചാക്ഷേപിക്കരുത്. അതിൻ്റെ കമൻറ്റുകൾ കണ്ടപ്പോൾ പല രീതിയിലുള്ള കമൻറ്റുകളൊക്കെയാണ് അതിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ ആ വീഡിയോ പോയിട്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. നോളജ് സിറ്റി അത്രയും വലിയ പള്ളിയാണ്. മദീനയിലും മക്കയിലൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ആളുകൾ ചെയ്ത ഇതാണ്. 125 ഏക്കറിലൊന്നായിട്ടുള്ള പള്ളിയാണ്. അതിൻ്റെ ഒരുപാട് കോളേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാടായി. അപ്പോൾ എൻ്റെ ഉപ്പാക്കും അതൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി പോയതിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പോയ സമയത്ത് എടുത്തു. അതിൻ്റെ പള്ളീൻ്റെ ഉള്ളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല, പക്ഷെ പുറത്ത് നിന്ന് പള്ളിയും സൗകര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, ഒരു നിരീശ്വരവാദിയല്ല എന്ന് വെച്ചിട്ട് പള്ളീൻ്റെ ഉള്ളിൽ ഞാനിതുവരെ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ടില്ല. പള്ളിയിൽ പോയിട്ടുള്ളത് ഉള്ളിൽ കയറിയിട്ടുള്ളത് ഹറമിലും മദീനയിലൊക്കെയാണ്. പോയപ്പോൾ ഉംറക്ക് പോയിരുന്നു. അൽഹംദുലില്ലാ ആ സമയത്ത് അവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ കയറാറില്ല. ഉപ്പയും അനിയന്മാരൊക്കെ പോകാറുണ്ട്. നമ്മൾ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ പോയപ്പോഴും ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾക്ക് ഉൾഭാഗത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറം ഭാഗത്ത് നിന്ന് പള്ളി മുഴുവൻ കാണാം. അങ്ങനെ അതിൻ്റെ പുറത്തെ കവാടത്തിലിരുന്നിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ട് ഉള്ളിൽ അനിയൻ കയറിയപ്പോൾ അനിയനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ടാണ് ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ വിമർശിച്ച് ഒരുപാട് കമൻറ്റുകൾ കണ്ടപ്പോൾ ഒരുപാട് സങ്കടമായി. അപ്പോൾ
ഞാൻ അറിയുന്ന ആളുകൾ അതിൽ കമൻറ്റ് ഇട്ടുകണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഉദ്ദേശം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഈ 2-3 മോഡലിലാണ് ഞാൻ പീസുകൾ എടുത്തിട്ടുള്ളത്. അധികം പീസുകളില്ല. ഷാൾ മാക്സികൾ ഇനി കുറച്ച് പീസുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർ വേഗം മെസ്സേജ് അയക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് പല സമയത്തും നിങ്ങൾക്ക് വീഡിയോസ് കിട്ടാത്തത്. വീഡിയോസ് ഇപ്പോൾ കിട്ടണില്ല എന്ന് പറഞ്ഞ പോലുണ്ട്. ഞാൻ 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടുന്നുണ്ട്, ഡെയിലി ഷോർട്സ് ഇടുന്നുണ്ട്, ഇടാതിരിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഇടും. സുർമി ബ്രോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമ്മളെ വീഡിയോസ് കാണാം. പിന്നെ നൈറ്റ് സ്റ്റിച്ച് ചെയ്തത് ഇടുമെന്ന് പറഞ്ഞോലോട് ഒരു നിർവാഹമില്ല. എന്താ വെച്ചാൽ ഒരു 5-6 മാസം മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോയിൽ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇട്ട മോഡൽ വീഡിയോ തന്നെ ഇനി ഇടണ്ടെന്ന് വെച്ചിട്ടാണ്. വേറെ കുടുംബത്തിൽ 2-3 കല്യാണങ്ങളും അങ്ങനെ ഓരോരോ ജഗപ്പൊകളൊക്കെ ഉള്ളതുകൊണ്ട് ഓരോരോ തിരക്കിലായതുകൊണ്ടാണ്. എന്നിരുന്നാലും നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്ന സംശയങ്ങളൊക്കെ പറ്റുന്ന പോലെ ഞാൻ ഇതാക്കി തരുന്നുണ്ട്. കോൾ ചെയ്തിട്ട് എപ്പോഴും സംസാരിക്കാൻ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. 92 078 15 205 ഈ നമ്പറാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ഇത് അജ്രക്കിൻ്റെ സ്റ്റാർട്ടിങ് മുതലേയുള്ള മോഡലാണ്. ഇതിലിപ്പോൾ 4 കളറുകളിലായിട്ടാണുള്ളത്. കുറച്ച് മുന്നേ ഗ്രീനും മെറൂണും നെവി ഇതൊക്കെ വന്നിരുന്നു. പക്ഷേ ആ മോഡലൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ ഈ പീസുകളാണുള്ളത്. 3 മോഡലിലുള്ള അജ്രക്കാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ഞാൻ മിക്സ് ആൻഡ് മാച്ചാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഈ മോഡൽ, ഒന്ന് നേരത്തെ കാണിച്ചിട്ടുള്ള മോഡൽ. അതിൽ നേവി ബ്ലൂ മെറൂണും മാത്രമേ ഉള്ളൂ, റെഡ് ഇല്ല. ഈ ഒരു മോഡലിൽ മാത്രമാണ് ഇപ്രാവശ്യം റെഡ് കിട്ടിയിട്ടുള്ളത്. മിക്സ് ആൻഡ് മാച്ച് മോഡലും റെഡ് ഇല്ല. കോഫി ബ്രൗണ്, മെറൂണ്, നേവി ബ്ലൂ ആണുള്ളത്. ഇപ്പോൾ പലരും റെഡ് ഇങ്ങോട്ട് ചോദിച്ചു വരേണ്ട അവസ്ഥ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരുവിധം മോഡലിലൊന്നും ഇപ്പോൾ റെഡ് വരുന്നില്ല. ഈ ഒരു മോഡലിൽ റെഡ് ഉണ്ട്. അപ്പോൾ ഈ പീസുകളൊക്കെ ഇപ്പം 2 കെട്ട് 3 കെട്ടുണ്ട്. 2 കെട്ട് 3 കെട്ടല്ല, മൊത്തത്തിൽ ഇത് ഒരു കെട്ടിലാകെ 18 പീസാണുള്ളത്. അങ്ങനത്തെ കെട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇനി റെഡ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇത് മുമ്പ് വന്നിട്ടുള്ളൊരു മോഡലിലുള്ളതാണ്. ഈ ഒരു മോഡലിൽ റെഡ് ഒരു 4 പീസ് ഉണ്ട്. റെഡ് മാത്രം, ബാക്കിയുള്ള എല്ലാ കളേഴ്സും കഴിഞ്ഞ്. ഇതൊരു 4 പീസ് ഒരുപോലെ ഡ്രസ് കോഡിന് ഒരാൾ എടുത്ത് വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച അതിലുള്ള ആ റെഡ് കണ്ടപ്പോൾ അവർ ആ റെഡ് എടുത്തിട്ട് ഇതിവിടെ വെച്ച് അങ്ങനെയാണ് എടുത്തേക്കാൻ പറയുന്നത്. ചിലവർ തരികിട്ടാണത്. നിങ്ങളിത് എടുത്ത് വെക്കി പറഞ്ഞാണ്ട് പേയ്മെൻറ്റ് അയച്ചു തരുമ്പോൾ പിന്നെ ഞാൻ സാധനം എടുത്ത് വെക്കും, ഇവിടെ മാറ്റി വെക്കും, പാക്ക് ചെയ്യാറില്ല. അപ്പോൾ അതവിടെ വെക്കും. ഞാൻ അടുത്തിന്ന് കുറച്ചും കൂടി എടുത്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് തൽക്കാലം ഒരു അയച്ചു തരും. അപ്പോൾ നമ്മൾ എടുത്തേക്കും. പിന്നെ സാധനം വന്നാൽ അപ്പം ഇത് അങ്ങോട്ട് മാറ്റി, ഇത് ഇങ്ങോട്ട് മാറ്റി എന്ന് പറയും. അപ്പോൾ ഇതിലൊന്നും റെഡില്ല. വിഷുവിന് ഒരുവിധം തിരക്കൊക്കെ കഴിഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് വിഷുവിന് നല്ല സെയിലൊക്കെ കിട്ടിയിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നത്? ഈ ഒരു മോഡലും റെഡില്ല, നേവി ബ്ലൂ മെറൂണും മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നാവട്ടെ. അതിൻ്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ പരമാവധി നിങ്ങൾ കമൻ്റായിട്ട് തന്നെ ഇട്ടാൽ അതേ സംശയമുള്ളവർക്കും അത് ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ കറക്റ്റ് ഫോട്ടോസ് അയച്ചു തരും. താങ്ക്